ിന് വലിയ മഹത്വമാണ്. കാരണം അവിടെ നിന്ന് പറഞ്ഞു, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങൾക്കുള്ള നേതാവാണ്. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾ മാഹിയിൽ വെച്ച് ചൊല്ലിയാലും, നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ വെച്ച് ചൊല്ലിയാലും, നിങ്ങൾ മംഗലാപുരത്ത് വെച്ച് ചൊല്ലിയാലും, ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ വെച്ച് ചൊല്ലിയാലും ആ സ്വലാത്തുകൾ എന്നിലേക്ക് വെളിവാക്കപ്പെടും. ആ സ്വലാത്ത് എനിക്ക് കാണാനും കേൾക്കാനും കഴിയും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ചില സ്വഹാബികൾ ചോദിച്ചു, ഓ നബിയേ, തങ്ങൾ വഫാത്തായിട്ട് ഖബറിൽ കിടക്കുമ്പോൾ ലോകത്തിൽ സമുദായം ചൊല്ലുന്ന സ്വലാത്തുകൾ കാണാനും കേൾക്കാനും തങ്ങൾക്കാകുമോ നബിയേ? തങ്ങൾ മണ്ണിൽ ജീർണിക്കുകയില്ലേ നബിയേ? തങ്ങളുടെ ശരീരം മണ്ണായി പോകൂല നബിയേ? സ്വഹാബത്തെന്ന് ചോദിച്ചതാണ്. ആ ചോദ്യം ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അതിന് പ്രത്യുത്തരം നൽകിയത് എങ്ങനെയാണ്? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദുൽ അംബിയാ. ഓ സ്വഹാബികളെ, എന്റെ ശരീരം മണ്ണിൽ ചേരൂല, എന്റെ ശരീരം ഒരിക്കലും ദ്രവിക്കൂല. കാരണം ഒരു നബിയുടെയും ശരീരം തിന്നാൻ മണ്ണിനുള്ള അധികാരം കൊടുത്തിട്ടില്ല. മണ്ണിന് അമ്പിയാക്കളുടെ ശരീരം നിഷിദ്ധമാണ്. ഒരു നബിയുടെയും ശരീരം ജീർണിക്കൂല. അത് പിൽക്കാലത്ത് ഏതെങ്കിലും പുത്തനാശയക്കാർക്ക് സംശയം വരണ്ട എന്ന് കരുതിയിട്ട് അന്ന് സ്വഹാബികൾ ചോദിച്ചതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തതാണ്. അല്ലെങ്കിലും ഞാൻ ചോദിക്കട്ടെ, അള്ളാഹിനടുക്കൽ ഒരു സ്ഥാനവും ഇല്ലാത്ത ഫിർഔനിനെ നിങ്ങൾക്കറിയൂലേ? ഫിർഔനിന് അള്ളാഹിനടുക്കൽ ഒരു സ്ഥാനവും ഇല്ലല്ലോ. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് വാദിച്ച ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയും തമ്മാടിയും അഹങ്കാരിയുമാണ് ഫറോവ. ആ ഫിർഔനതാ അദ്ദേഹത്തിന്റെ ജീവൻ പോയപ്പോൾ ഖുർആൻ പറഞ്ഞു, അതേ നിന്നെ ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് പാഠമാകാൻ വേണ്ടി നശിപ്പിക്കാതെ ഞാൻ സൂക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അതിന്റെ അദാബ് ആ ഖുർആൻ സൂചിപ്പിച്ചത് സത്യമായി ഇന്നും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. 2000-ലധികം വർഷം കടലിൽ കിടന്നിട്ടും ആ ഫറോവയുടെ ജഡം ഒരു മീനും തിന്നുപോയിട്ടില്ല, വെള്ളത്തിൽ കിടന്നിട്ട് അലിഞ്ഞുപോയിട്ടില്ല. അതിന് അല്ലാഹു സംരക്ഷിക്കുകയാണ്. ഇന്നും മ്യൂസിയത്തിൽ ചെന്ന് നോക്കിയാൽ ഫറോവയുടെ ജഡം കാണാം. ആ ജഡത്തിനൊരു മരുന്നും പുരട്ടിയിട്ടില്ല. ഒന്നും ചെയ്യാതെ ഫറോവയുടെ ജഡം ഇന്നും ഭൂമിക്ക് മുകളിൽ നിൽക്കുന്നു. ഫറോവയുടെ അള്ളാഹ്ക്കുള്ള ബഹുമാനം കൊണ്ടല്ല, അള്ളാഹിനടുക്കൽ ഒരു സ്ഥാനവും ഇല്ല. ഈ ഫറോവയുടെ ജഡം അള്ളാഹുവിന് ഈ രൂപത്തിൽ സൂക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മഹാൻ, അതിനേക്കാളും അള്ളാഹിനോട് അടുത്ത ഒരാളില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും ബഹുമാനം, അർശിനേക്കാൾ ബഹുമാനം, കഅബയേക്കാൾ ബഹുമാനം ആർക്കാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്.